ഒക്കെ എന്നെ തങ്ങളെന്നാണ് വിളിക്കുക. ഉള്ളാൽ തങ്ങളെ പേരക്കുട്ടിയുണ്ട്, ഓരോ വിളിക്കുക തങ്ങളെന്ന്. പാണക്കാടത്തൊരു തങ്ങളുണ്ട്, എൻ്റെ ജൂനിയർ ഷഹീൻ തങ്ങളുണ്ട്, അവരെല്ലാവരും തങ്ങളെന്നാണ് വിളിക്കുക. പക്ഷെ ലോകത്ത് ഞാൻ തങ്ങളെന്ന് വിളിക്കാതെ ഒരൊറ്റ മനുഷ്യനുണ്ട്, വിളിക്കും പക്ഷെ പേരെടുത്ത് വിളിക്കുന്ന ഒരേ ഒരു മനുഷ്യന് ഹാമിദ് തങ്ങളാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ഒരു സ്റ്റേജ്, ഇങ്ങനെയൊരു സന്ദർഭം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, അതിന് എൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കാം. പക്ഷേ ഇവിടെ ആമി ഇങ്ങനെ വന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി ഞാനാണ്. പടച്ചോൻ ചില സമയത്ത് പടച്ചോൻ നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ പടച്ചോൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് മുഹിമ്മാത്ത് എനിക്കെന്നും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നാടിന് മുഹിമ്മാത്ത് എന്താണെന്ന് പറയേണ്ട ഏറ്റവും അനുയോജ്യമായൊരു സദസ്സാണിതെന്ന് തോന്നുന്നു. 93-ലാണ് ഞാൻ മുഹിമ്മാത്തിൻ്റെ അന്നത്തെ സ്കൂളിൽ, പഞ്ചായത്തിൻ്റെ അടുത്ത് ആദ്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ദീർഘവീക്ഷണം എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തങ്ങൾ ഉസ്താദ് ഞങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്ന സയ്യിദ് താഹിറുൽ അഹദ് തങ്ങൾ. ഒരു ഗ്രാമത്തിൽ വന്ന് ഒരു സ്ഥാപനം തുടങ്ങണമെന്നും അത് തനിക്ക് ശേഷം തലമുറകളിലൂടെ, പതിറ്റാണ്ടുകളിലൂടെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു നാടിന് ഒരു സന്ദേശമായി, അതിൻ്റെ അടയാളമായി നിൽക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വീക്ഷണമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും ഇവിടെ മദ്രസയിലുമുള്ള സമയത്ത് മുഹിമ്മാത്തിനെ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, അന്നത്തെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കറിയാം, ഒരു 2nd ഡിഗ്രി അല്ലെങ്കിൽ ഒരു 2ാം കിട സ്കൂളായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വെച്ച് അംഗീകാരമില്ലാത്ത സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾ ഫെസ്റ്റിവൽ, നമ്മൾ ഈ പരിപാടികൾക്കും സ്പോർട്സ് മീറ്റിനൊക്കെ പോകുന്ന സമയത്ത്, അങ്ങനെ 7ാം ക്ലാസ്സിൽ അംഗീകാരമില്ലാത്ത പല പ്രശ്നങ്ങളും വന്നു മുഹിമ്മാത്ത് സ്കൂളിന്. അപ്പോൾ നമ്മളൊരു 10-20 പേരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. പലരും മറ്റുള്ള സ്കൂളിലേക്ക് TC വാങ്ങിപ്പോയി. കാരണം പിന്നീട് അന്ന് ഹൈസ്കൂളിലേക്ക് കയറണമെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് എൻ്റെ വാപ്പ പറഞ്ഞു തങ്ങളോടൊന്ന് സംസാരിക്കാം. എനിക്കിന്നും ഓർമ്മയുണ്ട്, വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. തങ്ങളെ ഈ മുറിയിൽ, ഓഫീസിൽ ഞാനും വാപ്പയും എൻ്റെ ഒരു കസിനും വന്ന് തങ്ങൾ ഉസ്താദോട് സംസാരിച്ചു. ഷമീമിന് വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് എല്ലാവരും പറയുന്നു എന്ന്. തങ്ങളൊന്നും മിണ്ടിയില്ല. തങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അബ്ദുൽ ഖാദർ, അത് വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ആ ഒരൊറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോവാതെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് മറ്റുള്ള വിഷയങ്ങളോടെ 10th നിന്ന് വേറെ മാറി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് മാറിയവരെക്കാൾ പടച്ചോൻ എനിക്ക് പിന്നീട് വന്ന ഒരു ഘട്ടത്തിലും, MBBSന് ശേഷം, MDക്ക് ശേഷം, DM-ന് ശേഷം ഒരു ഘട്ടത്തിലും പടച്ചോൻ ഒരു പ്രയാസവും തന്നിട്ടില്ല. എന്നിട്ട് അതേ പടച്ചോൻ ഈ നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ തങ്ങളെ കുടുംബത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ പിടിച്ച് തന്നെ അവിടെ ഇട്ടു. ഓഗസ്റ്റ് 22-ന് രാത്രി, എന്തേന്നറിയില്ല, അന്ന് മാത്രം എൻ്റെ മൊബൈൽ സൈലൻ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ ആദ്യത്തെ റിങ്ങിൽ
ഹോസ്പിറ്റൽ കോൾസ് അറിയുന്നതാണ്. എനിക്ക് അറിഞ്ഞിരുന്നില്ല, സൈലൻ്റ് ആയതാണോ എന്തെന്നറിയില്ല. 3-3:30 ആകുമ്പോൾ ഞങ്ങളെ കൂടെ പഠിച്ച എൻ്റെ ഒരു തങ്ങളെ, ഞങ്ങളെ ബാച്ചിലുണ്ടായിരുന്ന തങ്ങളെ എൻ്റെ ഭാര്യയെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു തങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു 15 കോൾസ് ഹോസ്പിറ്റലിൽ നിന്ന്. അഹ്സനി ഉസ്താദിൻ്റെ കോള്, ഖാദർ ഉസ്താദിൻ്റെ കോള്, മൂസ സക്കാഫിയുടെ കോള്, 10-30 കോള്. വളരെ വെപ്രാളത്തോടെ ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ CTയിൽ, ഞങ്ങളുടെ MRI CT വരുന്ന ഗ്രൂപ്പിൽ ഹാമിദ് അഹമ്മദ് എന്ന് പറഞ്ഞൊരു CT. എന്താ പറയണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും, എത്രയോ ഒരു ദിവസം 10-25 പുതിയ, ഒരു മാസത്തിൽ 150 സ്ട്രോക്കുകളൊക്കെ കാണുന്ന ഒരാൾ ഇത് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ വെപ്രാളപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന സമയത്ത് ICUവിന് മുമ്പിൽ ഹബീബ് തങ്ങളാണ്, ഉസ്താദുമാരുമുണ്ട്. ICUവിലേക്ക് ഓടിയപ്പോൾ ഹാമിദിനെ അവിടെ കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഒരു 15-20 വർഷത്തെ മുഹിമ്മാത്തുമായിട്ടുള്ള ബന്ധം ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് മുഹമ്മദ് ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം അതിനെ കംപ്ലീറ്റായി കൺട്രോൾ ചെയ്തിരുന്നു BP. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവിടെ പതറാൻ പാടില്ല. ആ ഒരു സമയത്ത് എന്താ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ പതറിയാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ പുറത്ത് വരുന്നു, ഉസ്താദുമാരെ എന്നെ കാണാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരെ തിരിച്ചു വിളിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നോട് ആ സമയത്ത് അത് കഴിഞ്ഞും പ്രമുഖ നേതാക്കളടക്കം, കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖല നമുക്കറിയാം. കാസർഗോഡ് ഒരു ന്യൂറോ സർജറിയൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ കാലമാണ്. ഇതൊക്കെ ഇവിടെ നടക്കുമെന്ന് മാറ്റങ്ങളുടെ കാലത്ത് എനിക്ക് പതറാതെ നിന്നത്, ആ സമയത്ത് എനിക്ക് ധൈര്യം നൽകിയത്, ഇത് മുമ്പോട്ട്, ആ സമയത്ത് പല ഡിസ്കഷൻസും നടന്നു. എൻ്റെ മനസ്സിലുള്ള ആദ്യം ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. നമ്മൾ അന്ന് രാത്രിയും പിറ്റേ ദിവസം AP ഉസ്താദുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. ഡോക്ടർമാരും എൻ്റെ സുഹൃത്തുക്കൾ നൂറുക്ക് അതുപോലുള്ള കാര്യങ്ങൾ അവർ അവിടുത്തെ AP ഉസ്താദിന് വിവരങ്ങൾ അറിയിച്ചു കൊടുത്തു. അന്ന് സർജറിയുടെ തീരുമാനം എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം, ഇവിടെ തന്നെ ചികിത്സിക്കണമെന്ന് ഹബീബ്ക്കയും മറ്റുള്ളവരും പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം തന്നത്, എനിക്കിവിടെ ഇതിന് മുമ്പോട്ട് പോകാൻ ധൈര്യം തന്നത് ഈ മുഹിമ്മാത്ത് എന്ന സ്ഥാപനം മാത്രമാണ്. ഈ കുടുംബം, അഹദൽ കുടുംബവും ഈ സ്ഥാപനത്തിൻ്റെയും ധൈര്യമില്ലായിരുന്നെങ്കിൽ, എന്നോട് ഇത് തുറന്ന് പറയാണ്, AK മഷ്റഫ് സാഹിബ് ചോദിച്ചിട്ടുണ്ട്, ഷമീം ഡോക്ടർ എന്തിന് ഇത്തരം റിസ്ക് എടുക്കാൻ, ആദ്യ കാലഘട്ടമല്ലേ കരിയറിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ ഈ സ്ഥാപനത്തിൻ്റെയും പല സ്ഥാപനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന ഒരു ഉസ്താദും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സയ്യിദ് കുടുംബവും കഴിഞ്ഞ ആഴ്ച വരെ, അതിനു മുമ്പ് ആ ദിവസത്തിന് ഒരു ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ഷമീമെ എന്ന് വിളിച്ച എൻ്റെ അടുത്ത സുഹൃത്തും എന്നിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ റിസ്ക് എടുക്കലല്ലാത്ത വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അന്ന് തൊട്ട് 6 മാസമായി ഈ ഒരു
സ്റ്റേജിന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എന്നെപ്പോലെയുള്ള ഇവിടെ നിന്ന് പഠിച്ച് ഇവിടുത്തെ അറിവുൾക്കൊണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവർ പഠിച്ച സ്ഥലങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിഴലുകൾ ഏറ്റ കാലത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവും. നമ്മളെങ്ങനെ സ്വഭാവമാണ്, നമ്മളെങ്ങനെ പെരുമാറുന്നു, നമ്മളെങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്നു, നമ്മളെങ്ങനെയാണ് ഒരു സമൂഹത്തെ നോക്കിക്കാണുന്നത് എന്നതിന് അവരെ ചിട്ടപ്പെടുത്തുന്നത്. ഞാൻ പഠിച്ചത് ഈ സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിലെ വിവിധ ഘട്ടങ്ങളിലായി വന്ന ഞങ്ങളെ സുഹൃത്തുക്കളിലൂടെ. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ അടയാളമാണ് മുഹിമ്മാത്ത്. എന്നോട് എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കട്ടത്തെടുക്കാന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന കാര്യം മുഹിമ്മാത്ത് അറിയോ